ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കറുമുറ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാൻ ഇതവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് പാക്കറ്റിൽ വരുന്ന ഗ്രീൻ പീസ് ആട്ടോ, അതുകൊണ്ട് തന്നെ കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2 പ്രാവശ്യമായിട്ടാട്ടോ ചതച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ പകുതി ഞാൻ ഇതവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൊത്തത്തിൽ ഒരു പച്ചമുളകാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പകുതി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പകുതി അടുത്ത ചതക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ 2 വറ്റൽ മുളകാണ് എടുക്കുന്നത്. ഒരെണ്ണ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, ഒരെണ്ണ അടുത്ത ചതക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും ഞാനിതാ പകുതി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പകുതി അടുത്ത ആ ഒരു ചതച്ചെടുക്കുന്ന സമയത്തും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് നന്നായിട്ടൊന്നും അങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാന്നെല്ലാം പറയില്ലേ, അതുപോലെ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അടുത്തത് നമുക്കിതാ ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് അടുത്തതും കൂടി ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ മുഴുവനും ഞാൻ ഇവിടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഒരു ചെറിയ സവാള ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഈ ഗ്രീൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുമ്പോൾ വലുപ്പത്തിലല്ലേ കിട്ടുന്നത്, അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ മുഴുവനും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 വീതം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വേവാതെ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കളറ് മാറി വരും കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഇതവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് വട ഇതിവിടെ തയ്യാറായി. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് വടയാണ്. നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ അറിയാതെ കഴിച്ചു പോകും, അത്രയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.